ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് ഈ വേദിയിൽ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ആശാ വർക്കർമാരെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ താഴെ തട്ടിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. തുച്ഛമായ വേതനമാണ് ഓണറോറിയം എന്ന പേരിൽ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് വിഭാഗം ജീവനക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനേക്കാൾ എത്രയോ ചെറുതാണ് ആശാ വർക്കർമാർക്ക് ലഭിക്കുന്ന ഓണറോറിയം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രതിഫലം. ആശാ വർക്കർമാരുടെ സമരം തുടങ്ങിയ ആ സമയത്ത് തന്നെ ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിനുള്ള പല സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വന്നതാണ്. എന്നാൽ അത് പരമാവധി വഷളാക്കി എടുക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്ന CPIM-ഉം LDF നിയന്ത്രിക്കുന്ന സർക്കാരുമെല്ലാം ആ സ്ത്രീ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരെ എത്രത്തോളം ഒറ്റപ്പെടുത്താൻ കഴിയുമോ എന്ന ചിന്തയായിരുന്നു അവരെ നിയന്ത്രിച്ചിരുന്നത്. ദിവസങ്ങൾ കഴിയുന്നതോടെ ഇന്ന് 40 ദിവസത്തിലധികം പിന്നിട്ടിരിക്കുന്ന ആ സമരത്തിന് ഓരോ ദിവസവും കഴിയുന്നതോടും പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. ഇന്ന് കേന്ദ്രം അതൊരു സന്നദ്ധ സേനയാണ് ആശാ വർക്കർമാരെന്ന് പറയുന്നവരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പല വിധത്തിലുള്ള ആരോപണങ്ങൾ ആ സമരം നേരിട്ട സർക്കാരിന്റെ രീതിയെക്കുറിച്ച് ഉയർന്നു വന്നിട്ടുണ്ട്. പലപ്പോഴും അവരെ വിളിച്ച് നല്ല നിലയിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചുകൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന്റെ പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓണറേറിയം എത്രത്തോളം കൂട്ടിക്കൊടുക്കാമെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആ തുക കൂട്ടിക്കൊടുക്കുകയാണ് വേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ ഓരോ ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ സമരത്തെ പരമാവധി വഷളാക്കുകയാണ് സർക്കാരും ആ സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചെയ്തത്. ആ മുന്നണിയിൽപ്പെട്ട CPI പോലുള്ള സംഘടനകൾ ആശാ വർക്കർമാരുടെ സമരത്തിന് അനുകൂലമായി പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ അവർ ശബ്ദിച്ചു തുടങ്ങി. എന്നിട്ടും അവരെ ഒത്തുതീർപ്പ് ലൈനിലേക്ക് അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് സർക്കാരിന്റെ പരിമിതികൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൊടുക്കാവുന്നതിന്റെ പരമാവധി പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തുക എത്ര ചെറുതായാലും വലുതായാലും അത് അവരെ കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് കടക്കുന്നതിന് പകരം അത് ദിവസം പ്രതി വഷളാക്കിയെടുക്കുന്നതിലാണ് സർക്കാരും ഇടതുമുന്നണിയും താല്പര്യം കാണിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് എതിർകക്ഷികൾ, പ്രതിപക്ഷ പാർട്ടികൾ, അതുപോലുള്ള മറ്റ് സാംസ്കാരിക സംഘടനകൾ, സാംസ്കാരിക നായകന്മാരൊക്കെ ആ സമരത്തിന് അനുകൂലമായി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ട്. ആ സമരത്തിന് അനുകൂലമായി പ്രസ്താവനകൾ ഇറങ്ങിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ കുറ്റപ്പെടുത്താതെ അതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെന്തുകൊണ്ട് ആശാ വർക്കർമാരുടെ സമരത്തെ അനുകൂലിക്കുന്നു, അവർക്ക് അനുകൂലമായി സംസാരിക്കുന്നു, അവർക്ക് അനുകൂലമായി എഴുതുന്നു, മാധ്യമങ്ങൾ അവർക്ക് അനുകൂലമായി എഴുതുന്നു, ദൃശ്യ മാധ്യമങ്ങൾ അവർക്ക് അനുകൂലമായി സംസാരിക്കുന്നു. അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് ആ സമരത്തെ കഴിയുന്നതിന് വേഗം അവരുടെ ആവശ്യങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയാത്തതിന്റെ
സാഹചര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ആ സമരത്തെ ഒത്തുതീർപ്പാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഊരിത്തിരിഞ്ഞ് വന്നിട്ടും അതെല്ലാം കളഞ്ഞു കുളിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് ഇനിയും അർക്കടബുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് ആ സമരത്തെ മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതെ ആ സമരത്തെ കഴിയുന്നതും വേഗം അവർക്ക് കൂടി ഉൾക്കൊള്ളുന്ന, അവർക്ക് കൂടി മനസ്സിലാകുന്ന, അവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഒരു ഫോർമുല അവരെ മുന്നിൽ വെച്ചുകൊണ്ട് ആ സമരം ഒത്തുതീർപ്പാക്കുന്നതിൻ്റെ ആവശ്യതയെക്കുറിച്ച്, ആ സമരം അവസാനിപ്പിക്കുന്നതിൻ്റെ ആവശ്യതയെക്കുറിച്ച് അവരെ കൂടി പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ സമരം ഒത്തുതീർപ്പിലെത്തിക്കുകയാണ് സർക്കാരും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അടിയന്തരമായി ശ്രമിക്കേണ്ടത്. അവർ സമ്പന്ന തൊഴിലാളികളല്ല, ദരിദ്ര തൊഴിലാളികളാണെന്നുള്ള വസ്തുത ആദ്യം ഉൾക്കൊള്ളണം. കേരളത്തിൽ 3.5 ലക്ഷത്തിലധികം രൂപ പ്രതിഫലം വാങ്ങുന്നവർ ഉണ്ടായിരിക്കുമ്പോഴാണ് തുച്ഛമായ 7,000-ഓ അതിനേക്കാൾ അല്പമോ കൂടുതലോ ഉള്ള പ്രതിഫലം പറ്റിക്കൊണ്ട് ജീവിതത്തിന്റെ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലെ ഏറ്റവും താഴെ നിലയിലുള്ള തൊഴിൽ ചെയ്യുന്ന ആശാ വർക്കർമാരുടെ കാര്യത്തിൽ അനുഭാവപൂർവമായ ഒരു നിലപാടിലേക്ക് സർക്കാർ ചെന്നെത്തണമെന്നാണ് ഈ അവസരത്തിൽ വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ സമരം വഷളാക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് റോളുണ്ടാവാം. ഒരു ട്രേഡ് യൂണിയൻ നേതാവ്, ഒരു ഉന്നതനായ ട്രേഡ് യൂണിയൻ നേതാവ് പറഞ്ഞ പോലെ പാട്ടസമരം, ആ പാട്ടസമരം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് SCUCI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ നൽകിയതുകൊണ്ടാവാം. SCUCI-കാർ സംഭാവന വിളിക്കുന്നത് പോണികൾ കിലുക്കിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ചെന്ന് അവരിടുന്ന നാണയത്തുട്ടുകൾ ആണ് അവർ സംഭാവനയായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഒരു സമര ഫണ്ട് സ്വരൂപിക്കുന്നത്. ആ ഫണ്ടിൽ നിന്നും അവരുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടാവാം. അല്ലാതെ അവർ കോർപ്പറേറ്റുകളുടെ ഇരുമ്പ് വാതിൽ കടന്നു ചെന്ന് പണം ചോദിച്ച് വാങ്ങാറില്ല. മുതലാളിമാരുടെ ഇരുമ്പ് ഗേറ്റുകൾ കടന്നു ചെന്ന് അവർ പണം ചോദിച്ച് വാങ്ങാറില്ല. അതുപോലുള്ള സമ്പന്നരുടെ മുന്നിൽ, അബ്കാരികളുടെ മുന്നിൽ, മറ്റ് കരാറുകാരുടെ മുന്നിൽ, മറ്റ് തെറ്റായ രീതിയിൽ സെക്കൻഡ് ബിസിനസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സെക്കൻഡ് ബിസിനസ് നടത്തുന്നവരുടെ മുന്നിൽ ചെന്ന് പണം ചോദിച്ചു വാങ്ങാറില്ല. അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ചെന്ന് പണം ചോദിച്ചു വാങ്ങാറില്ല. അവർ ഈ പോണി പിരിവ് മാത്രമാണ് അവർക്കുള്ള ഏക വരുമാന മാർഗം. അങ്ങനെ അവരെ അത്തരം സമരങ്ങളെ അങ്ങനെയുള്ള പിരിവ് നടത്തി ഒരുപക്ഷെ അവരുടെ ഉപജീവനവും അതോടൊപ്പം തന്നെ സമര ഫണ്ടുമൊക്കെ സ്വരൂപിക്കുന്നതിനെ പാട്ട സമരം എന്ന് ആക്ഷേപിക്കുന്നത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് യോജിച്ചതല്ല. ഒരു ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ നേതൃത്വസ്ഥാനത്തിരുന്നുകൊണ്ട് ഒരു നേതാവ് പറഞ്ഞത് ഒരു കാരണവശാലും അത് അംഗീകരിക്കാനാവില്ല. ഇത്തരം കമന്റുകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അനുകമ്പാപൂർവം കേൾക്കുകയും അത് പരിഹരിക്കാവുന്ന കാര്യങ്ങൾ അവരെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് പരിഹരിക്കുകയും ബാക്കി നിൽക്കുന്ന കാര്യങ്ങളെ ഒരു സമയബന്ധിതമായി പരിഹരിക്കാമെന്നൊരു ഉറപ്പ് കൊടുത്തുകൊണ്ട് ആശാവർക്കർമാരുടെ സമരം കഴിയുന്നതും വേഗം ഒത്തുതീർപ്പാക്കുകയും അതിന് അടിയന്തരമായ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയാണ് വേണ്ടതെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.